ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? ഇത് എസ്പെഷ്യലി ഞാൻ ചോദിച്ചത് എൻ്റെ UAE ഫ്രണ്ട്സിനോടാണേ. ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെ നോക്കിയാലോ? ഇതിൻ്റെ പേര് കാര കൊഴുക്കട്ട. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ കൊഴുക്കട്ടയാണ് കേട്ടോ. കാര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്പൈസി ആയിട്ടുള്ളത്, എരിവുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളതേ 2 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ചനാദാൽ, 2 ടേബിൾ സ്പൂൺ തന്നെ മറ്റേ വറക്കുന്ന കടല, 2 ചെറിയ പീസ് ഇഞ്ചി കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ വേറെ കാര്യമുണ്ട്, കുറച്ച് സ്പൈസിയാണ് കേട്ടോ. ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വറ്റൽമുളക് ഒന്നാക്കിക്കോളൂ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി വേണം. ഇത്തിരി കടുക് വറുക്കാനുള്ള ഒരു ഇത്തിരി എണ്ണയും വേണേ. പിന്നെ ഈ ബൗളിന് ഒരു ബൗൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. പക്ഷേ ഇത്തിരിയും കൂടെ തരിയുള്ള പൊടി കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മെഷറിംഗ് കപ്പിനാണ് എടുക്കുന്നതെങ്കിലേ ആ 250 എന്ന് എഴുതിയിട്ടുള്ള ആ കപ്പില്ലേ, അതിൽ 1.5 കപ്പാണ് കേട്ടോ എടുക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് വേണം. 4 ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയും വേണം കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് വിസ്താരമുള്ള പാത്രം വേണേ. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ എണ്ണ ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒഴിക്കണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടുകും കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും പിന്നെ കടല എടുത്തു വെച്ചിട്ടില്ലേ, വറുക്കുന്ന കടല, അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. കാരണം അതിന് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരണമല്ലോ. അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വറ്റൽമുളകും പിന്നെ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർക്കണം. ഞാൻ ഇതിനകത്തേക്ക് 2 കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ടേ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഇത്തിരി മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പം നമ്മൾ അരിപ്പൊടി 1 കപ്പാണ് എടുക്കുന്നത്. ആ അരിപ്പൊടി എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കണം. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനോടിടകൊണ്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ നാളികേരയില്ലേ, അതും കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനിടയിൽ നമ്മുടെ ആ കായപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ അരിപ്പൊടി ഇതിനകത്തേക്ക് ചേർക്കുകയാണേ. അരിപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഉപ്പുമാവിനൊക്കെ ഇളക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് യോജിക്കാൻ പാകത്തിന്, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ അതുപോലെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ല യോജിപ്പായിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് കൂളാകാൻ വേണ്ടിയിട്ട് വെക്കുകയാണേ. അപ്പോൾ ഈ നേരത്തേക്ക് നമുക്ക് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കണേ. ഞാനിപ്പോൾ ഒരു 2-2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ ആ ഷേപ്പിലാണ് സാധാരണഗതിയിൽ ഞാൻ കാരക്കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ നമ്മൾ ഇത് റെഡിയാക്കി സ്റ്റീമറിലേക്ക് വെക്കുകയാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇതെല്ലാം ഞാനിപ്പോൾ ഈ ഷേപ്പിൽ, ഇത് ഉരുട്ടുക എന്ന് പറയാൻ പറ്റില്ല, ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10-12 മിനിറ്റ് ഒന്ന് വേവിക്കണം കേട്ടോ. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ആയി. ഇനി നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, എല്ലാം ഇങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതൊന്ന് ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ കണ്ടോ, നല്ല ഉതിരുതിരായിട്ട് വരുന്ന കണ്ടോ, അടിപൊളി. അപ്പോൾ നമ്മുടെ കാര കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷൻ നമുക്ക് ചട്നി തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എല്ലാത്തിനും തന്നെ ചട്നിയല്ലേ പറയുന്നത്, അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ ചട്നി ഇതിൻ്റെ കൂടെ നല്ലതാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.